ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം യദ്ദർശനം നിഖിലദുഃഖഹരം പവിത്രം യത്പാദപങ്കജരജാംസഖനാശകാനി ധാത്രീ പുമർത്തനിജയസ്യ ച യത്കൃപാ ശ്രീനാരായണം മുനിവരം തമഹം നമാമി. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതായത് ഓരോ ദിവസങ്ങളും നമ്മൾ ഓരോ ശ്ലോകങ്ങൾ ചൊല്ലിയാണ് ഈ നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചൊല്ലിയ ഈ മന്ത്രവും ഈ ശ്ലോകവും ഇടയ്ക്കിടയ്ക്കൊക്കെ ചൊല്ലാറുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം സാമാന്യമായിട്ട് ഒന്ന് വേണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് മുൻപ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എങ്കിലും പുതിയ ആളുകൾക്കും ശ്രദ്ധിക്കാത്തവർക്കും വേണ്ടിയിട്ട് സാമാന്യമായിട്ട് ഒന്ന് പറയാം. ഗുരുവിൻ്റെ ഒരു ധ്യാന ശ്ലോകം തന്നെയാണ് ഈ ശ്ലോകവും. അത് യദ് ദർശനം നിഖില ദുഃഖഹരം പവിത്രം. അപ്പോൾ ഏതൊരു ദർശനമാണോ അല്ലെങ്കിൽ ആരുടെ ദർശനമാണോ നിഖില ദുഃഖഹരം പവിത്രം, എല്ലാ ദുഃഖങ്ങളെയും പവിത്രീകരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ ദിവ്യമായിട്ടുള്ള സ്വരൂപത്തെ ആണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. അപ്പോൾ ഗുരുവിൻ്റെ ദർശനം കൊണ്ട് തന്നെ ദർശനം നിഖില ദുഃഖഹരം പവിത്രം. ഗുരുവിൻ്റെ ആ ദർശനം കൊണ്ട് തന്നെ എല്ലാ പാപങ്ങളും ദുഃഖങ്ങളും പവിത്രമാകുകയാണ്, ശുദ്ധീകരിക്കപ്പെടുകയാണ്. അപ്പോൾ ശരിക്കും ഈ ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നത് എന്തിലാണ്? അഗ്നിയിലാണ്, അല്ലേ? തപസ്സിലാണ്, അല്ലെങ്കിൽ ജ്യോതിസിലാണ്. അപ്പോൾ ഗുരു സ്വയം ജ്യോതിസാണ്. അതുകൊണ്ട് തന്നെ ആ ജ്യോതിസിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ നമ്മൾ അങ്ങനെ ഗുരുവിനെ കാണുമ്പോൾ, ദർശിക്കുമ്പോൾ ആണ് എല്ലാം പവിത്രമായിട്ട് ഭവിക്കുന്നത്. ഒരു സാമൂഹിക പരിഷ്കർത്താവായിട്ടോ യുക്തിവാദിയായിട്ടോ ഒരു സമുദായ പരിഷ്കർത്താവായിട്ടോ ഒരു വെറും കവിയായിട്ടോ അതുപോലെ സ്മൃതികാരനായിട്ടോ ഇങ്ങനെ ഒരു ചെറിയ തലങ്ങളിലല്ല ഗുരുവിനെ കാണേണ്ടത്. അതിനെ ആ പരമ്പൊരുളായിട്ട്, പരബ്രഹ്മ സ്വരൂപനായിട്ട് കാണുമ്പോഴാണ് നമ്മൾ ഉപാസിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ ഗുരുവിനെ സമീപിക്കുമ്പോൾ ആണ് ആ ദർശനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതെല്ലാം, എല്ലാ ദുഃഖങ്ങളും അതോടുകൂടി പവിത്രമാകുകയും ആയി മാറുകയാണ്. നിഖില ദുഃഖഹരം പവിത്രം. ദർശനം നിഖില ദുഃഖഹരം പവിത്രം യത്പാദ പങ്കജ രജാംശഖനാശകാനി. അപ്പോൾ ആരുടെ പാദ പങ്കജം, പാദപാംസുക്കൾ, അല്ലേ? ആ കാലടികളിലെ പാദപാംസുക്കൾ, ആ ഗുരുവിൻ്റെ പാദം എവിടെയാണോ പതിഞ്ഞിട്ടുള്ളത് ആ പുണ്യമായിട്ടുള്ള ഭൂമിയിൽ, അല്ലെങ്കിൽ ആ ധൂളിയിൽ നമ്മുടെ കാലും പെടുമ്പോൾ, നമ്മൾ അതിലൂടെ സഞ്ചരിക്കുമ്പോൾ യത്പാദ പങ്കജ രജാംശഖനാശകാനി, ആ പൊടിപടലങ്ങൾ എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ പാപങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാണ്. അഘമെന്ന് പറഞ്ഞാൽ പാപമാണ്. നാശകാരി, ആ പാപങ്ങളെയെല്ലാം നശിപ്പിക്കുന്നത് ഭഗവാന്റെ ആ പാംസുക്കൾ കൊണ്ടാണ്. ദർശനം നിഖില ദുഃഖഹരം പവിത്രം യത്പാദ പങ്കജ രജാംശഖനാശകാനി ധാത്രീ പുമർത്ത നിജയസ്യ ച യത്കൃപാ ശ്രീനാരായണം മുനിവരം തമഹം നമാമി. അപ്പോൾ ധാത്രി, ഈ ഭൂമി പുണ്യവതിയാകുന്നത്
എപ്പോഴാണ് ഒരു സ്ഥലം പവിത്രമായിട്ട് തീർത്ഥമായിട്ട് ഭവിക്കുന്നത് ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ ദിവ്യമായിട്ടുള്ള സാന്നിധ്യം തപസ്സുകൊണ്ടാണ്. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ്റെയും പാദപാംസുക്കൾ കൊണ്ട് ഈ ഭൂമി, ഈ ധരിത്രി, അപ്പോൾ എവിടെയൊക്കെയാണ് ഗുരുവിൻ്റെ കാല് പതിച്ചിട്ടുള്ളത് അവിടെയൊക്കെ അത് അത്രയ്ക്ക് പവിത്രമായിട്ടുള്ളതാണ്. പക്ഷേ ഗുരുവിൻ്റെ സ്വരൂപം ഇന്നതാണെന്നും ഗുരു നമ്മുടെ ഗൃഹങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും തിരിച്ചറിയാതിരിക്കുമ്പോൾ ആ ഒരു ഭാഗ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു പുണ്യം, ഒരു സുഹൃതം, ഒരു പവിത്രീകൃതമാകുന്ന ആ കാര്യം അത് സംഭവിക്കണമെന്നില്ല. ഇങ്ങനെ അറിഞ്ഞ് നമ്മൾ ഗുരുവിനെ കാണുമ്പോൾ അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കുമ്പോൾ, ഗുരുവിനെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ ഗുരുസേവ ചെയ്യുമ്പോൾ ആണത് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ പരമഗുരുവിൻ്റെ രൂപത്തെയാണ് ഞാൻ ധ്യാനിക്കുന്നത്. യദ്ദർശനം നിഖില ദുഃഖഹരം പവിത്രം യത്പാദ പങ്കജ രജാംശഘനാശകാനി ധാത്രീ പുമർത്ത നിജയസിച്ച യത് കൃപ. ഏതൊരു കൃപ കൊണ്ടാണോ, അപ്പോൾ പൂർണ്ണമായിട്ടും ഈ പുരുഷാർത്ഥങ്ങൾ പരിപൂർണമാക്കാനായിട്ട് ആരുടെ കൃപയാണോ ആവശ്യമുള്ളത്, അങ്ങനെയുള്ള മുനിവരനായിക്കൊണ്ട് തം അഹം, അങ്ങനെയുള്ള മുനിവരനായിക്കൊണ്ട് ഞാൻ അങ്ങയെ നമിക്കുന്നു, എൻ്റെ പ്രണാമങ്ങൾ. ഒരു സാമാന്യമായിട്ടുള്ള ഒരർത്ഥമാണ്. അതെനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ട് ആ ധ്യാന ശ്ലോകത്തിൻ്റെ, ആ ഭഗവാന്റെ ആ ദിവ്യമായിട്ടുള്ള സ്വരൂപത്തിൻ്റെ അത് നമുക്ക് കൂടുതൽ നമ്മളതിനകത്ത് ലയിച്ചു ചേരുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് സാമാന്യമായിട്ടുള്ള ഈ അർത്ഥവും കൂടി ഒന്ന് ഓർത്തിരിക്കുക. കൂടുതൽ സംശയമുള്ളപ്പോൾ ചോദിക്കുക എന്നുള്ളതാണ്. ഇനിയോ നമ്മുടെ അടുത്ത ശ്ലോകത്തിൽ, ദ്വിതീയ സർഗത്തിൽ അടുത്ത ശ്ലോകത്തിൽ 25-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? സർവ തത്വാർത്ഥവേത്താസി ലോകസ്യ വിവിധാകൃതേഹി ആപൂര്യാജ്ഞാസ്മാകം ഗുരോഹു അനുഗൃഹാണന. എന്താണ്? ഹേ ഗുരു, അല്ലയോ ഗുരവേ, എന്താണ്? വിവിധാകൃതേഹി, പല വിധത്തിലുള്ള, ലോകസ്യ, ലോകത്തിൻ്റെ, സർവ തത്വാർത്ഥ വ്യതാസി, ലോകത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള അതിൻ്റെ സർവ തത്വങ്ങളെയും അറിയുന്നവനാണ്. സർവ തത്വാർത്ഥ വ്യതാസി, എല്ലാ തത്വങ്ങളെയും അറിയുന്നവനാണല്ലോ അങ്ങ്. അതുകൊണ്ട് അസ്മാകം, ഞങ്ങളുടെ, യാജ്ഞാം, അപേക്ഷയെ എന്തു ചെയ്യണം? ആപൂര്യ, അത് ഒന്ന് പൂർത്തിയാക്കി, നഹ, ഞങ്ങളെ, അനുഗൃഹാണ, അനുഗ്രഹിച്ചാലും. അപ്പോൾ ഈ വക സംശയങ്ങൾ, ഞങ്ങളുടെ മനസ്സിൽ ഉദിച്ച സംശയങ്ങളാണ്. ഈ പറയുന്ന മുൻപ് സൂചിപ്പിച്ച ഈ വക കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിൽ ഉദിച്ചതാണ്. അതിന് അങ്ങ് സർവ തത്വാർത്ഥങ്ങളെയും, അതായത് ഈ സർവശാസ്ത്രങ്ങളെയും, വേദ, ഉപനിഷത്ത്, ശ്രുതി, സ്മൃതി, പുരാണങ്ങളും അതുമായിട്ട് ഉള്ള നീതി ശാസ്ത്രവും, അങ്ങനെ എന്തൊക്കെയാണോ ഉള്ളത്, ഇവിടെ ഉള്ളത്, അതിൻ്റെ സാരത്തെ ഗ്രഹിച്ചവനാണ്. വേദാഗമ സാരങ്ങൾ അറിഞ്ഞ അങ്ങ് ഒരുവൻ താൻ എന്നാണ് കുമാരനാശാനും പാടി പുകഴ്ത്തിയിട്ടുള്ളത്. അത് ശരിയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. ഒരു കാര്യം മാത്രമല്ല. അപ്പം 100 അനുഭവങ്ങൾ, സന്ദർഭങ്ങൾ, തെളിവുകൾ ഒക്കെ നമുക്കുണ്ട്. പക്ഷേ അത് അങ്ങനെയാണ് എന്ന് എത്ര പേർക്ക് അറിയാൻ പറ്റുന്നുണ്ട്? അപ്പം ഇവിടെ എന്തായാലും ഈ കൂടിയിരിക്കുന്ന ശിഷ്യന്മാർ, ഭക്തന്മാർ, അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ അങ്ങാണെങ്കിൽ ഈ ലോകം മൊത്തം സഞ്ചരിക്കുകയും അതിൻ്റെ സാഹചര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും
ശാസ്ത്രത്തിൻ്റെ അങ്ങേയറ്റത്ത് വരെ എത്തിയിരിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ആളാണല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ ഈ അപേക്ഷയെ ഈ അപേക്ഷയെ ഞങ്ങൾ യാചിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അങ്ങയുടെ അടുത്ത് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സാഷ്ടാംഗ പ്രണാമത്തോടു കൂടിയുള്ള ഒരു സമീപനം. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങ് ഇതിന് ഒരു ശരിയായ രീതിയിൽ ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചാലും. അപ്പോൾ ഒരാൾക്ക് വേണ്ടിയല്ല ഇവിടെ ചോദിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് അർജുനൻ ചോദിക്കുന്ന പോലെ അർജുനൻ എന്നുള്ള ഒരു വ്യക്തിയല്ല, അതുപോലെ എത്രയോ അർജുനന്മാർ അല്ലെങ്കിൽ അങ്ങനെ എത്രയോ ചോദ്യകർത്താക്കൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെയൊക്കെ ഒരാളുടെ സംശയമായിട്ടല്ല, ചോദ്യമായിട്ടല്ല നമ്മൾ കാണേണ്ടത്, മറിച്ച് അതെല്ലാവരുടെയും, ആ രീതിയിൽ സംശയമുള്ള എല്ലാവരുടെയും ആഗ്രഹമായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് ഇങ്ങനൊരു അപേക്ഷ സമർപ്പിച്ചു. അത് വളരെ ലളിതമായി, ലാളിത്യത്തോടു കൂടി, വിനയത്തോടു കൂടി, അഹങ്കാരരഹിതന്മാരായിട്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. അപ്പോൾ എന്താണ് പറയുന്നത്? ഗുരുരുവാച, ഗുരു അതിന് മറുപടി പറഞ്ഞു. ഗുരു ഉവാച, ഗുരു പറഞ്ഞു. എന്താണ്? പ്രശ്നം നിശമ്യ ഭവതാം സാധു തുഷ്യാമി വത്സലാഹ അമുമർത്ഥം ചിന്തയത കാലോ ഭൂയാനഗാൻ മമ. എന്താണ്? വത്സലാഹ, അലയോ പ്രിയ ശിഷ്യന്മാരെ. വത്സലൻ ശിഷ്യന്മാരാണ്, വത്സലാഹ. അപ്പോൾ ഒന്നിലധികം, രണ്ടിലധികം ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ധാരാളം ഭക്തന്മാരും ശിഷ്യന്മാരെല്ലാം ഉണ്ട്. അപ്പോൾ വാത്സല്യം ഒരമ്മയ്ക്ക് മകനോട് അല്ലെങ്കിൽ മക്കളോട് ഒക്കെ തോന്നുന്ന ഒരു ഭാവമാണ് വാത്സല്യം. അപ്പോൾ ഇവിടെ അത്രമാത്രം വാത്സല്യത്തോടു കൂടി തന്നെയാണ് ഗുരു അത് കേട്ടത്, അതിന് മറുപടി പറയാൻ ശ്രമിക്കുന്നത്. ഭവതാം, അപ്പോൾ നിങ്ങളുടെ. ഇപ്പോൾ സംസ്കൃതത്തിൽ കുറച്ച് നല്ല വാക്കാണ് ഭവതാം, നിങ്ങളുടെ. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ നിങ്ങളുടെ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഭവതാം, നിങ്ങളുടെ. എന്താണ്? ചോദിച്ച ശിഷ്യന്മാരുടെ പ്രശ്നം, ചോദ്യം. നിശമ്യ, അത് കേട്ടിട്ട് സാധു തുഷ്യാമി, സാധു, ഇവിടെ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. അമും അർത്ഥം, ഈ വക കാര്യങ്ങളെക്കുറിച്ച് ചിന്തയത മമ, ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്, ചിന്തിക്കുന്നവനാണ്. ഭൂയാൻ കാല അഗാധ്, എൻ്റെ ഭൂയാൻ കാലഹ അഗാധ്, ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നവനായ എൻ്റെ കൂടുതൽ സമയവും. ഭൂയാൻ കാല എന്ന് വെച്ചാൽ കഴിഞ്ഞുപോയ കാലമാണ്, ഒരുപാട് കാലം, സമയം കടന്നുപോയി. അപ്പോൾ എൻ്റെ ഗുരു പറയാണ്, എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞാൻ ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ന്യായമായിട്ടുള്ള ഈ ചോദ്യം കേട്ടിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ എൻ്റെ ചിന്തകളും നിങ്ങളുടെ ചിന്തകളും ഒക്കെ ഇവിടെ എന്തായിട്ട് വരികയാണ്? ഒരേപോലെ വരികയാണ്. അപ്പോൾ ഗുരു അതിന് ചിന്തിക്കുക മാത്രമല്ല, അതിന് പരിഹാരവും കൂടി കണ്ടു. അങ്ങനെ പരിഹാരം കണ്ടിട്ടാണ് ഗുരു വിരാജിക്കുന്നത്. അങ്ങനെയുള്ള ഗുരുവിൻ്റെ അടുത്താണ് ശിഷ്യന്മാർ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ കൃത്യമായി അതിന് വ്യക്തമായി സംശയത്തിന് ഇടവരാത്ത രീതിയിൽ ഉത്തരം കിട്ടുമെന്നുള്ള ആ ബോധ്യവും ഇവിടെ ശിഷ്യന്മാർക്കുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണം. ഒരു കാര്യം നമ്മൾ ഒരാളോട് ചോദിച്ചാൽ കൃത്യമായി വ്യക്തമായി നമുക്കതിന് ഉത്തരം കിട്ടിയിരിക്കണം. അതല്ലാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറേ മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് അത് മനസ്സിലാകില്ല. അപ്പോൾ വളരെ ലളിതമായിട്ട് നമ്മൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കത് പറഞ്ഞ് മനസ്സിലാക്കിക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. നേരെ മറിച്ച് നമുക്ക്
മനസ്സിലാകാതെ വീണ്ടും വീണ്ടും സങ്കീർണമായിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ സങ്കീർണതയെ വീണ്ടും സങ്കീർണമാക്കാൻ വേണ്ടി അവർ മനസ്സിലായോ എന്നുള്ള വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് അതിന് ഗുരു പറയാൻ ശ്രമിക്കുന്നത്? ധർമ്മ ഏവ ഹി ബോദ്ധവ്യോ മന്ദവ്യ കർമ്മകോടിഷു അനുഷ്ഠേയോ ഉപദേഷ്ടവ്യ ധർമ്മോ ലോകപ്രവർത്തക. എന്താണ്? ധർമ്മ ഏവ, ധർമ്മം തന്നെയാണ്, ബോദ്ധവ്യ അറിയപ്പെടേണ്ടത്, കർമ്മകോടിഷു അനേകം കർമ്മങ്ങളിലും എന്താണ്? മന്ദവ്യ മനനം ചെയ്യപ്പെടേണ്ടത്, ധർമ്മ ധർമ്മമായി ആയിരിക്കണം, അനുഷ്ഠേയോ ഉപദേഷ്ടവ്യ അനുഷ്ഠേയമായിട്ട് ഉപദേശിക്കപ്പെടുന്നവയും ധർമ്മ ധർമ്മമായിരിക്കണം. കാരണം ധർമ്മ ലോക പ്രവർത്തക, ധർമ്മമാണ് ലോകത്തെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ഗുരു ഇവിടെ വളരെ സംശയത്തിനിടവരാത്ത രീതിയിൽ പറയുകയാണ്. എന്ത്? ഇതിനൊക്കെ ഞാൻ ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധർമാധർമ്മങ്ങൾ എന്താണെന്നാണ് ഗുരുവിൻ്റെ അടുത്ത് ചോദിച്ചത്. അതിനകത്ത് വന്നിരിക്കുന്ന പാളിച്ചകൾ, അതിനെ തെറ്റായ രീതിയിൽ ആളുകൾ ഉപയോഗിക്കുന്നത്, സ്വാർത്ഥന്മാരായിട്ടുള്ള നീചബുദ്ധികൾ ചെയ്തു കൂട്ടുന്ന അക്രമങ്ങൾ, വഴിവിട്ട് മറ്റുള്ളവരെ വഴി നടത്തുന്നത്, ഇതൊക്കെ ഒരിക്കലും ശരിയല്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ ഇത്രമാത്രം ഉച്ചനീചത്വങ്ങൾ, അസന്തുലിതാവസ്ഥ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായത്. അപ്പോൾ ഗുരു പറയാണ് ധർമ്മ ഏവ ബോദ്ധവ്യ. അപ്പോൾ ധർമ്മം തന്നെയാണ് ഇവിടെ അറിയപ്പെടേണ്ടത്. അപ്പോൾ ധർമ്മം എന്താണെന്ന് നമുക്കറിയാതെ പിന്നെ എങ്ങനെയാണ് നമുക്ക് നേരെ വഴിക്ക് നടത്താൻ പറ്റുക? അപ്പോൾ ബോദ്ധവ്യ, ബോധിക്കേണ്ടത്, നമ്മുടെ ബുദ്ധി കൊണ്ട് ബോദ്ധവ്യം, ശരിക്കും അത് ബുദ്ധിയുടെ തലത്തിലാണ് അത് മനസ്സിലാക്കേണ്ടത്. ബുദ്ധിയില്ലാതെ വെറും വിശ്വാസങ്ങളിൽപ്പെട്ട് പോകാൻ പാടില്ലെന്നാണ് ഈ വാക്കുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്. വിശ്വാസത്തിന് ഒരു പരിധി വരെ സ്ഥാനമുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ധർമാധർമ്മങ്ങളെക്കുറിച്ച് വിചാരം ചെയ്യുമ്പോൾ, വിശകലനം ചെയ്യുമ്പോൾ ബുദ്ധി വളരെ സൂക്ഷ്മമായിരിക്കണം, മുൻവിധി ഇല്ലാതിരിക്കണം. കാരണം പലപ്പോഴും നമ്മൾ മുൻവിധിയോടുകൂടിയാണ് പലതിനും സമീപിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബുദ്ധി അവിടെ തീക്ഷ്ണമാകില്ല, അല്ലെങ്കിൽ സൂക്ഷ്മമാകില്ല. അപ്പോൾ തീക്ഷ്ണമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള അനാചാരങ്ങളെ, അന്ധവിശ്വാസങ്ങളെ, അതുപോലെയുള്ള അജ്ഞതയെ നമുക്ക് തുടച്ചു മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഗുരു പറയാണ് ധർമ്മത്തെ തന്നെയാണ് ശരിയായ രീതിയിൽ ബോധിക്കേണ്ടത്, അറിയപ്പെടേണ്ടത്. കർമ്മകോടിഷു, ഈ കോടിക്കണക്കിന് കർമ്മങ്ങൾ, കോടിഷു അനേകം, ഇവിടെ എണ്ണമറ്റതെന്നാണ് പറയുന്നത്. അപ്പോൾ എത്രയോ നമ്മൾ അനേകം കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഈ ധർമ്മത്തെ നമ്മൾ മന്ദവ്യ, എന്താണ്? മനനം ചെയ്യണം. മനനാത് ത്രായതേ ഇതി മന്ത്ര, നമ്മൾ എത്രയോ പ്രാവശ്യം ഇതിനെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. മനനം ചെയ്യുന്നതാണ് അല്ലേ മന്ത്രം എന്ന് പറയുന്നത്. വെറുതെ നമ്മളിങ്ങനെ യാന്ത്രികമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതല്ല. അത് ഇപ്പോൾ നമ്മളുടെ CD-യിലും ടേപ്പിലും അതിനകത്തൊക്കെ പെൻഡ്രൈവിലൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, വീണ്ടും വീണ്ടും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അത് മന്ത്രമല്ല. ആ മന്ത്രത്തിലൂടെ, ആ മന്ത്രത്തിൻ്റെ അർത്ഥത്തിലൂടെ നമ്മുടെ മനസ്സിനകത്ത്, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മളിൽ കുടികൊണ്ടിരിക്കുന്ന ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നുള്ള ത്രാണനം, രക്ഷപ്പെടലാണ്. അത് വെറുതെ ഓടി രക്ഷപ്പെടുക എന്നുള്ളതല്ല. പല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ മറ്റൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന അങ്ങനെയുള്ള രക്ഷപ്പെടലല്ല. മറിച്ച് നമ്മൾ ഇവിടെ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് ഉള്ള നമ്മുടെ അകത്തുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ ഓരോ മന്ത്രത്തിലൂടെയും അതിൻ്റെ സത്ത എന്താണെന്ന് നമ്മൾ
അറിഞ്ഞുകൊണ്ട് അതിനെ വിശകലനം ചെയ്യുകയാണ്, മനനം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെയും ഗുരു പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എത്രയൊക്കെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ കർമ്മത്തിനകത്തും അതിലൂടെ ഒരു അന്തർധാരയായിട്ട് ഈ മനന പ്രക്രിയ ഉണ്ടാകണം. ബുദ്ധി അവിടെ സൂക്ഷ്മമായിരിക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ ഇഴചേർത്ത് പോകുമ്പോഴാണ്, അതിനെ ഒരേപോലെ കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ അനുഷ്ഠേയമായിട്ട് ഉപദേശിക്കപ്പെടുന്നത്. അപ്പോൾ ഈ നമ്മളോട് ഇന്നത് ചെയ്യണമെന്ന് ഒരാൾ പറയുമ്പോൾ ആ കാര്യം കൃത്യമായിട്ട് നമുക്ക് അനുഷ്ഠിക്കണമെങ്കിലും ഈ പ്രക്രിയ ഇവിടെ ഉണ്ടാകണം, മനനം ഉണ്ടാകണം. അതുപോലെ അത് ശരിക്കും ബോധിക്കുവാനുള്ള, കാരണം വിശകലനം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ സൂക്ഷ്മതയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. അതല്ലെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള വിശകലനത്തിലൂടെയാണ് നമുക്ക് സത്യത്തെ തിരിച്ചറിയാൻ പറ്റുന്നത്. അവിടെ ഒരു വിശ്വാസത്തിന് പ്രത്യേകിച്ച് യാതൊരു പ്രസക്തിയുമില്ല. നമ്മുടെ യുക്തി ആണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ യുക്തിയില്ലാതെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അന്ധമായിട്ട് അനാചാരമായിട്ട് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും വിടാതെ ഈ മനനത്തെ പിന്തുടരണം എന്ന് ഗുരു നിഷ്കർഷിക്കുകയാണ്. മനനമില്ലെങ്കിൽ നമുക്ക് അവിടെ യാതൊരുവിധ വികാസവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് എത്രയോ വർഷങ്ങളായി നമ്മൾ ഈ മന്ത്രത്തെ അല്ലെങ്കിൽ ദൈവദശകത്തെ, ആത്മോപദേശ ശതകത്തെ, അതുപോലെയുള്ള ബ്രഹ്മോദ്യ പഞ്ചകത്തെ, അതുപോലെ ഭഗവത്ഗീത, ഇങ്ങനെയുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അദ്വൈത വേദാന്ത കൃതികൾ നമ്മളിങ്ങനെ ചൊല്ലുമ്പോഴും അതിൻ്റെ അർത്ഥം നമ്മൾ പറയുമ്പോഴും മനനം നടക്കാത്തത് കൊണ്ടാണ് ഇത് നമുക്ക് സ്വാംശീകരിക്കാൻ പറ്റാത്തത് എന്നുള്ള തിരിച്ചറിവാണ് ഉണ്ടാകാതിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ആ മനനത്തിൻ്റെ ആവശ്യകത ഊന്നിയാണ് പറയുന്നത്. അത് മനനം ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം നഷ്ടപ്പെടുന്നത് നമ്മൾക്ക് തന്നെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവും ഇവിടെ സംഭവിക്കേണ്ടിയിരിക്കുന്നു. ആ തിരിച്ചറിവ് നമ്മളെ എന്നേക്കുമായിട്ട് ഈ അഗാധമായിട്ടുള്ള അന്ധകാരത്തിൽ നിന്ന് നമ്മളെ കരകയറ്റുകയാണ്. അസതോമ സദ്ഗമയ, അല്ലേ, തമസോമ ജ്യോതിർഗമയ, തമസിൽ നിന്ന് ജ്യോതിസിലേക്കാണ്. അപ്പോൾ ഈ തമോ ഗർത്തത്തിൽ കിടക്കുന്നതിൻ്റെ കാരണം ശരിയായ രീതിയിൽ ബുദ്ധിയെ ഉപയോഗിച്ച് അതിന് വിശകലനം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ബുദ്ധി നമുക്ക് തീക്ഷ്ണമാകാതിരിക്കുന്നതിന് കാരണം എന്താണ്? ബുദ്ധിക്ക് വൈകല്യമുണ്ടാക്കുന്ന മദ്യത്തിൻ്റെ ഉപയോഗമാണ്. ബുദ്ധേഹേ വൈകല്യജനകം ഇതാണ് മദ്യം. അപ്പം ബുദ്ധിക്ക് വൈകല്യമുണ്ടാക്കുന്ന, അതായത് ബുദ്ധിക്ക് ആ സൂക്ഷ്മതയും തീക്ഷ്ണതയും നൽകാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണമെന്നാണ്. ഇപ്പോൾ ഒരു മദ്യം എന്ന് പറയുമ്പോൾ ചാരായം മാത്രമല്ല മദ്യം, ബുദ്ധിക്ക് വൈകല്യമുണ്ടാക്കുന്നതെല്ലാം മദ്യമാണെന്ന് ഗുരു പറയാണ്. അപ്പോൾ എത്രയോ ആഴത്തിലാണ് അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഏറ്റവും നമുക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അവിടെ ബുദ്ധിയെ നമ്മൾ പണയം വെക്കാൻ പാടില്ല. അന്നത്തെ കാലത്ത് വാളംപുളി പിഴിഞ്ഞ് ഗർഭിണിയായ സ്ത്രീക്ക് കൊടുക്കുമായിരുന്നു. എന്തിനാണ്? ബുദ്ധിയുള്ളവൻ്റെ ബുദ്ധിയാണത്. അവൻ മറ്റൊരുത്തൻ ബുദ്ധിയോടുകൂടി ഇവിടെ ജീവിക്കരുത്. കാരണം സ്വാർത്ഥനാണവൻ, സ്വാർത്ഥനായ ബുദ്ധിമാൻ. മറ്റുള്ളവരെ തൻ്റെ കാൽക്കീഴിലാക്കി തനിക്ക് ഭരിക്കണം, താൻ പറയുന്നത് മാത്രമേ ശരി എന്നുള്ള ഒരു മനോഭാവം ഇവിടെ ഈ മനുഷ്യനുണ്ടായ കാലം തുടങ്ങിയുണ്ട്. ഇപ്പോഴും അതുണ്ട്. അതാണല്ലോ നമ്മളിന്ന് കാണുന്നത്. അപ്പം നമ്മുടെ ATM നിന്നൊക്കെ എത്രയോ കാശുകളാണ് ഈ സ്വാർത്ഥന്മാരായിട്ടുള്ള ബുദ്ധിമാന്മാരെ അടിച്ചു മാറ്റുന്നത്. വലിയ വലിയ ബാങ്കുകളിൽ നിന്ന് പോലും അടിച്ചു മാറ്റുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഈ വലിയൊരു ജനതയെ സ്വന്തം വരുതിയിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അതിബുദ്ധിയാണ് എന്ത്? ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെ അവൻ്റെ ബുദ്ധിയെ ആ കുഞ്ഞിൻ്റെ ബുദ്ധിയെ മന്ദീഭവിപ്പിക്കുന്ന
പുളി കലക്കി കൊടുക്കുക. അപ്പോൾ ഗർഭാവസ്ഥയിൽ സാത്വികമായിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചാൽ മാത്രമേ ആ ഗർഭാവസ്ഥയിൽ കിടക്കുന്ന കുഞ്ഞിന് ആ രീതിയിലുള്ള ബുദ്ധിയും മനസ്സും സംസ്കാരവും ഉണ്ടാകുകയുള്ളൂ എന്നുകൂടി ഗുരു അവിടെ പറയുകയാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് വരും. നമ്മൾ ഗൃഹസ്ഥാശ്രമധർമ്മത്തിലേക്കൊക്കെ വരുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ ഈ ബുദ്ധിയെക്കുറിച്ചും മനനത്തെക്കുറിച്ചും പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം കേട്ടാലും നമുക്ക് എന്താണ് അതിനകത്ത് അത് ഉറപ്പിക്കാൻ പറ്റും. വീണ്ടും വീണ്ടും കേൾക്കുന്നതനുസരിച്ച് നമുക്ക് ഈ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന തെറ്റായിട്ടുള്ള അറിവുകളെ നമുക്ക് മാറ്റാൻ പറ്റും. മനനത്തിലൂടെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ പല വഴിയിലൂടെ പല ആംഗിളുകളിലൂടെ നമ്മളിതിനെ വിശകലനം ചെയ്യണം. അപ്പോൾ അങ്ങനെ വിശകലനം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് ഗുരു ഇവിടെ പറയുകയാണ്. അപ്പോൾ ധർമ്മത്തെ അനുഷ്ഠിക്കണമെങ്കിലും ഇന്നതുപോലെയൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോഴും നമുക്ക് വേണ്ടുന്നത് ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഗുരു അടിവരയിട്ട് പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ഈ ധർമ്മത്തെ പ്രവർത്തിപ്പിക്കുന്നതിന് നമ്മുടെ ബുദ്ധിയും മനനവും ഒക്കെ തീക്ഷ്ണതയിലേക്ക് കൊണ്ടുവരണം. തന്നെയല്ല, അങ്ങനെ വരുമ്പോഴാണ് അവൻ ധർമ്മത്തിൽ കൂടുതൽ നിഷ്ഠയുള്ളവനായിട്ട് വർത്തിക്കുകയും ആ ധർമ്മത്തെ മറ്റുള്ളവരിലേക്ക്, അതായത് ആദ്യം അവൻ്റെ സ്വന്തം കുടുംബത്തിലും അതിനുശേഷം മറ്റ് സുഹൃത്തുക്കളിലേക്കും അല്ലെങ്കിൽ സമൂഹത്തിലേക്കും നമുക്കത് പകർത്തി കൊടുക്കുവാനും സാധിക്കുന്നത്. ഇപ്പം നമ്മൾ മറ്റുള്ളവർക്ക് എപ്പോഴും മാതൃകയായിരിക്കണം. മറ്റുള്ളവരുടെ ബുദ്ധിയെ വികലമാക്കുന്ന രീതിയിൽ പ്രവൃത്തി ഉണ്ടാകാൻ പാടില്ല. ധർമ്മത്തെ ആശ്രയിച്ചുകൊണ്ട് തന്നെയായിരിക്കണം നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് ഗുരു പറയുകയാണ്. ഇനി പറയുന്നത് എന്താണ്? അപകർഷകരം കിഞ്ചിത് അസമഞ്ജസ വർത്മകം പുണ്യക്ഷയവിധായിത്വാത് ആചരേന്ന കഥാചന. അപ്പോൾ പുണ്യക്ഷയവിധായിത്വാത്, പുണ്യനാശത്തിന് യോഗ്യമായിരിക്കുന്നതിനാൽ, അതായത് പുണ്യം നശിച്ചു പോകുന്നത് കൊണ്ട് പുണ്യക്ഷയവിധായിത്വാത്. അപകർഷകരം എന്താണ്? അപകർഷത്തെ ഉണ്ടാക്കുന്നവയും അസമഞ്ജസ വർത്മകം ചീത്ത വഴി കാണിക്കുന്നവയുമായ എന്താണ്? കിഞ്ചിത് ഒന്നും കഥാചന ഒരിക്കലും ന ആചരേത് ഒരിക്കലും ആചരിക്കരുത്. അപ്പോൾ ഈ അനാചാരം, അസമഞ്ജസ വർത്മകം എന്ന് പറയുമ്പോൾ അനാചാരത്തെ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ പുണ്യക്ഷയമാണ്. നല്ല ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പുണ്യം കൂടുതൽ ലഭിക്കുന്നു. പക്ഷേ അനാചാരങ്ങളോ വരുമ്പോൾ അത് പുണ്യക്ഷയവിധായിത്വാത്, അത് പുണ്യത്തെ ക്ഷയിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? ഗുരു പറയുന്നത് നീചവും അധമവുമായ പ്രവൃത്തി ആരും ചെയ്യാൻ പാടില്ല. എങ്ങനെയാണ്? ഈ ആടുവെട്ടും കോഴിവെട്ടും മദ്യം വെച്ചുള്ള ഉപാസനയും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ ഇന്നുമുണ്ട്. നെയ്യാറ്റിൻകര അടുത്ത്, അരുവിപ്പുറത്തിൻ്റെ അടുത്ത് ഒരു സമാധി, ഒരു സിദ്ധൻ്റെ സമാധിയുണ്ട്. ആ സമാധിയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഉത്സവം നടക്കുന്നുണ്ട്. വലിയ ശൂലം വായിലൂടെ കുത്തി, അതൊന്നും രണ്ടും പേരല്ല, എത്രയോ പേരാണ്. അത് അവിടുത്തെ ഒരു ആചാരം അനുഷ്ഠാനമായിട്ട് ഒരു വ്രതമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഒരിക്കൽ അവർ ഒരു പ്രോഗ്രാമിന് വേണ്ടി എന്നെ വിളിച്ചപ്പോഴാണ് ഞാനത് കാണുന്നത്. നമ്മൾ പല സ്ഥലത്തും ചെറിയ വേലൊക്കെ കുത്തി സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ടൊക്കെ ചില ക്ഷേത്രങ്ങളുമായിട്ട് നോക്കുമ്പോൾ അങ്ങനെ വേല് കുത്തി ഒക്കെ തുള്ളുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കരമായിട്ടുള്ള വലിയ വേല് ഈ കവിളിലൂടെ കുത്തി നാക്കിലൂടെ കയറ്റി അവർ ഒരാൾ മാത്രമല്ല, വലിയ നീളമുള്ളത് കൊണ്ട്
2ഉം 3ഉം പേരൊക്കെ ഒരേ ഇതിൽ കുത്തി തുള്ളുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ തീർച്ചയായിട്ടും വളരെ അധമമായിട്ടുള്ള തമോ ഗുണ പ്രധാനമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളാണ്. അതിലൂടെ നമുക്ക് പുണ്യം ഉണ്ടാകുകയില്ല, പുണ്യം ക്ഷയിക്കുകയാണ്. അപ്പോൾ ഗുരു അതുകൊണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെയുള്ള നമ്മുടെ ബുദ്ധിയെ നശിപ്പിച്ചുകൊണ്ടുള്ള, മനനം ചെയ്യാനുള്ള ത്രാണി നശിപ്പിച്ചുകൊണ്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമ്മളെ സാത്വികമായിട്ടുള്ള ഭാവത്തിലേക്ക് അല്ല കൊണ്ടുപോകുന്നത്, മറിച്ച് അത് വീണ്ടും വീണ്ടും തമോ ഗുണത്തിലേക്ക് നമ്മളെ വലിച്ചിടുകയാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഇതിൽ കിടക്കുകയാണ്. ഇതൊക്കെ കണ്ട് മനസ്സ് വേദനിച്ചിട്ടാണ് ഗുരു ആ വക കാര്യങ്ങൾ, ആടുവെട്ടും കോഴിവെട്ടും മദ്യവും ഇങ്ങനെയുള്ള ദുഷിച്ച ആചാരാനുഷ്ഠാനങ്ങളെ എന്നേക്കുമായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നേരിട്ട് പോയി വീടുകളിൽ പോയി വ്യക്തികളെ കണ്ട് അത് നിർത്തിച്ചത്. അപ്പോൾ ഇപ്പോഴും ചാത്തൻ്റെയും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഇന്നും ഗുരുഭക്തന്മാരെന്ന് അഭിമാനിക്കുന്നവർ നടത്തുന്നുണ്ട് എന്നുള്ള ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ ആ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഗുരു അങ്ങനെ പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും. അതുകൊണ്ട് നമുക്ക് ഗുരുവാണ് പ്രമാണം. അതുകൊണ്ട് നമുക്ക് മറ്റ് യാതൊരു ദോഷവും ഉണ്ടാകില്ല. എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങളെ നിർത്തുക. ഒരിക്കലും കള്ള് വെച്ചും കോഴി വെട്ടിയും അതുപോലെയുള്ള ഒരു ഉപാസനയും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ നന്മയും ഗുരുവിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്ദിയും. തീർച്ചയായിട്ടും അതിനൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും നമസ്കാരം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.